പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ. 56-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന്. ദാവീദ് നിസ്സഹായനായി നിൽക്കുന്ന ഒരവസ്ഥയിൽ മരണഭീതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പാടുന്ന ഒരു ഗീതമാണ് 56-ാമത്തെ സങ്കീർത്തനം. ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വച്ച് പിടിച്ചപ്പോൾ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആ നിസ്സഹായ അവസ്ഥയിൽ പ്രയാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിൽ ദാവീദ് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഉറച്ചു നിന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീതിമാന്മാർ നിലവിളിച്ചു, ദൈവം കേട്ടു, അവരെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി സൂക്ഷിക്കുന്ന കർത്താവ് ദൈവസന്നിധിയിൽ നമ്മൾ ഒഴുക്കുന്ന ഒരു കണ്ണുനീരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും, നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും വെറുതെ ആയി പോകുകയില്ല. അത് നിന്റെ ബുക്കിലില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതെല്ലാം തക്ക സമയത്ത് നമുക്ക് മറുപടി തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ദൈവം ഒരുക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിപെട്ടു. പ്രവാചകൻ മുഖാന്തരം മരിക്കുമെന്ന് അറിയിച്ചു. അപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. അതെ, ദൈവം പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം മുക്കിക്കളയുന്ന തരത്തിലായാലും വെന്തുപോകുന്ന തരത്തിൽ നമ്മൾ നേറി ഇല്ലാതാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നടന്നു പോകുമ്പോഴും ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാകുന്നു എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ നിന്റെ രക്ഷകനാകുന്നു എന്നാണ് ദൈവം പറയുന്നത്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ദൈവം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പറയാൻ എളുപ്പമാണെന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ പലരും പലവിധമായ പ്രശ്നങ്ങളിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഇത്രയും നാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ദൈവമേ, എന്താ എനിക്ക് മാത്രം ഒരു പ്രയാസം, എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ദൈവസന്നിധിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒഴുക്കുന്ന ഒരു കണ്ണുനീരും വെറുതെയായി പോകുകയില്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് എത്ര കാലം എടുത്തിട്ടായാലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. നമ്മൾ ഒഴുക്കിയ ഓരോ കണ്ണുനീരും ദൈവമായ കർത്താവ് അത് തുരുത്തിയിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ആശ്വാസകാലങ്ങൾ കൊണ്ടുതരുന്ന കർത്താവാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്ക് ആശ്വാസകാലങ്ങളുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഉറപ്പോടുകൂടി വന്ന് നിങ്ങളോട് ഇത് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. നമ്മുടെ പ്രയാസപ്പെട്ട ദിനങ്ങൾക്ക്, നമ്മൾ ഒഴുക്കിയ കണ്ണുനീരുകൾക്ക് എല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ നമ്മൾക്കുണ്ട്. വെളിപ്പാട് 7 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. അതെ, തീർച്ചയായിട്ടും കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഇതെൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്നു. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലയുന്ന ദൈവം. പലയിടങ്ങളിലും നമ്മൾ വായിക്കുന്നു, ദൈവത്തോട് നിലവിളിച്ചു, ദൈവം അവരുടെ നിലവിളി കേട്ടു, മനസ്സലിഞ്ഞു, അവർക്ക് ഉത്തരമരുളിയെന്ന്. അതുപോലെ നമ്മളെ തള്ളിക്കളയുകയില്ല. നമ്മൾ ആരും ദൈവസന്നിധിയിൽ നിസ്സാരന്മാരല്ല. എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, പ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ നിന്ന് ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ആശ്വാസം, അതൊക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ദൈവവചനം പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഓരോ കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ ഓരോ സമയത്ത് ഓരോ വചനവുമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരുന്നു. നമ്മുടെ വഴിയെ പോകാതെ ദൈവത്തിൻ്റെ മറുപടിക്കായി നമ്മൾ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ക്ഷമയോടെ നമ്മൾ ഇരിക്കുകയും കൂടെ ചെയ്യണം. തീർച്ചയായിട്ടും
പ്രാർത്ഥനയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഒഴുക്കിയ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയിലിരിക്കുന്ന സമയങ്ങളൊന്നും വീണു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി തരും. ആ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അനുഭവം ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.